ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത്. ഇൻസ്പെക്ടർമാരായ അനീഷ്, ബിജു രാധാകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് ആരോപണം. ക്രമക്കേട് നടന്ന കാലയളവിൽ ദേവസ്വം വിജിലൻസിൽ ഇവർ ഉദ്യോഗസ്ഥരായിരുന്നു. CBI അന്വേഷണം വേണമെന്നും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെടുകയാണ് ഇവർ. അഹമ്മദ് മുസ്തഫ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. എന്താണ് VHPയുടെ ആവശ്യം മുസ്തഫ? പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങളാണ് ഇന്ന് നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ VHP നൽകിയിരിക്കുന്നത്. ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് ശബരിമലയിലെ കേസുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ നേരിട്ട് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ഒപ്പം തന്നെ സമാനമായി മലബാർ ദേവസ്വം ബോർഡിലെ ചില ക്ഷേത്രങ്ങളിലും സമാന രൂപത്തിലുള്ള സ്വർണം കാണാതാകുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ വിവിധ ദേവസ്വം ബോർഡുകളിൽ ഈ രൂപത്തിൽ വിവിധങ്ങളായ സ്വത്തുക്കളുണ്ട്, സ്വർണങ്ങളുണ്ട്. അതെല്ലാം ഒരു കൃത്യമായി തന്നെ ഒരു ഓഡിറ്റിന് വിധേയമാക്കണം. അത് CBI ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷിച്ച് അതിന്റെ ക്രമക്കേട് പുറത്തു കൊണ്ടുവരണം. മാത്രമല്ല, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്രമക്കേട് തന്നെ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഇത് ഉൾപ്പെടെ വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വളരെ വിപുലമായ ഒരു അന്വേഷണം, ഒരു ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസ് അന്വേഷിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ കോടതി തന്നെ രൂപീകരിച്ചിരിക്കുന്ന SITക്കെതിരെയും ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ, അനീഷ്, ബിജു, ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഈ ക്രമക്കേട് നടന്ന കാലയളവിൽ ദേവസ്വം വിജിലൻസിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് ചില മാൽ പ്രാക്ടീസസിന് സാധ്യതയുണ്ട്. SITയുടെ അന്വേഷണം ആ രൂപത്തിൽ സ്വാധീനിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കാരണം ഈ ക്രമക്കേട് നടക്കുന്ന കാലയളവിൽ അവിടെ വിജിലൻസ് ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് അന്നത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഇപ്പോൾ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി അവർ ആ രൂപത്തിൽ എങ്ങനെ കണ്ടെത്താൻ കഴിയുന്ന ഉൾപ്പെടെയുള്ള വാദങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. SITയിൽ ഉള്ള ആളുകൾക്കെതിരെ ആക്ഷേപമായിട്ട് വരുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത്.